BJP കേരളത്തിലൊരു വിജയം നേടിയിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആദ്യമായിട്ട്. തൊട്ട് മുമ്പ് 2016 നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ മുമ്പ് രാമൻപിള്ള സാറൊക്കെ പ്രസിഡൻ്റായ സമയത്ത് പാർട്ടി അതിൻ്റെ ഒരു വളർച്ചയുടെ ഘട്ടത്തിലായിരുന്നു, അല്ലെങ്കിൽ വളരെ പ്രതികൂലമായ അവസ്ഥയായിരുന്നു. അപ്പോൾ അന്നത്തെ അവസ്ഥയിൽ നിന്ന് ഇന്നത്തെ അവസ്ഥയിലേക്കുള്ളൊരു വളർച്ചയുടെ ഒരു പരിണാമത്തിൻ്റെ ഒരു അതിനെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഭാരതീയ ജനതാ പാർട്ടിയുടെയും അതിനു മുമ്പുള്ള ഭാരതീയ ജനസംഘത്തിൻ്റെയും അതിനു മുമ്പ് ഡെമോക്രാറ്റിക് കോൺഗ്രസിൻ്റെയും ഇലക്ഷൻ പ്രവർത്തനത്തിലെല്ലാം പങ്കെടുത്തിട്ടുള്ള ആളാണ് ഞാൻ. 1950 മുതൽ ഇതുവരെയുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളിലും പങ്കുവഹിച്ചിട്ടുണ്ട്. എനിക്ക് വളരെ ചാരിതാർത്ഥ്യമുള്ളത് നമുക്ക് കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ലോക്സഭയിലേക്ക് ഒരാൾ തിരഞ്ഞെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇതിൽ പാർട്ടി അനുസ്യൂതമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഇടയ്ക്ക് ചില മന്ദഗതിയിൽ ചില തടസ്സങ്ങൾ വീഴ്ചകളുണ്ടായിട്ടുണ്ടെങ്കിലും മൊത്തത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തിന് അനിശ്ചിതമായ ഒരു പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ആ പുരോഗതിയുടെ പരിണാമമാണ് ഇപ്പോഴത്തെ വിജയം എന്ന് പറയാം. അതേസമയം കാൻഡിഡേറ്റിൻ്റെ പ്രത്യേക ശ്രദ്ധ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും യോജിപ്പിച്ചുകൊണ്ടുവരാനും അവരുടെ എല്ലാ സഹകരണം ആർജിക്കാനും അവർക്ക് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതിൽ സംശയമില്ല. അതിൽ ആ വിജയത്തിൽ ഒരു പങ്ക് അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രവർത്തനമുണ്ട്. പക്ഷേ മൊത്തത്തിൽ വിജയം ഈ ദീർഘകാലത്തെ പ്രവർത്തനത്തിൻ്റെ പടിപടിയായിട്ടുള്ള പുരോഗതിയുടെ പരമകാഷ്ഠയിൽ എത്തി എന്നുള്ളതാണ്. കേരളത്തിലെ ഒരു മുന്നണി രാഷ്ട്രീയം പൊളിക്കാൻ പറ്റിയെന്നർത്ഥം അല്ലേ? അതെ. ബൈപോളർ പൊളിറ്റിക്സ് കേരളത്തിലിപ്പോൾ ഒരു കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ പരിവർത്തനം വരുത്താനുള്ള അടിത്തറയിട്ട് കഴിഞ്ഞു. ഇപ്പോഴത്തെ വോട്ടിംഗ് പാറ്റേൺ നോക്കിയാലും അതിലെ വിജയ ശതമാനം നോക്കിയാലും എല്ലാം നമ്മൾ പിന്നോട്ട് പോയിട്ടില്ല. അപ്പോൾ ഇനിയും കൂടുതൽ മുന്നോട്ട് പോകാനുള്ള ഒരു ആത്മവിശ്വാസം ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നുണ്ട്. ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് ഈ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അവഗണിച്ചിട്ട് പോകാൻ പാടില്ല. അപ്പോൾ എന്തുകൊണ്ട് പരാജയമുള്ള സ്ഥലത്ത് എന്തുകൊണ്ട് പരാജയപ്പെട്ടു, ഈ കാര്യം വിശകലനം ചെയ്ത് കാരണങ്ങൾ കണ്ടുപിടിച്ച് അത് പരിഹരിക്കണം. അത് പരിഹരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരളം മുഴുവൻ തന്നെ BJP എതിർത്ത് വരും. എനിക്ക് യാതൊരു സംശയമില്ല. കേരള ഭരണം പോലും BJPക്ക് പിടിച്ചെടുക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു വിഷമവുമില്ല. കാരണം ഇവിടുത്തെ രണ്ട് മുന്നണികളും മാറി മാറി അധികാരം പങ്കിട്ട ഈ രണ്ട് മുന്നണികളും ദയനീയമായിട്ട് പരാജയപ്പെട്ടിരിക്കുന്നു. അവരുടെ സ്വാധീനം ഇനി നിലനിർത്താൻ സാധ്യമല്ല. പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം, അത്രയേ ഉള്ളൂ. നമ്മുടെ ഭാഗത്ത് ചില വീഴ്ചകളുണ്ട്. ആ വീഴ്ചകൾ നമ്മുടെ ഇവിടെ പരാജയപ്പെട്ടവിടെ പരിശോധിച്ച് കണ്ടുപിടിക്കാൻ കഴിയും. അത് തിരുത്തി കഴിഞ്ഞാൽ നമുക്ക് ജയിക്കും, ഉറപ്പാണ്. ഇപ്പോൾ 11 നിയമസഭാ സെഗ്മെൻറ്റുകളിൽ 1ാം സ്ഥാനത്തും 8 സ്ഥലത്ത് 2ാം സ്ഥാനത്തും ഉണ്ട്. അതായത് 19 സ്ഥലത്ത് 1ഓ 2ഓ സ്ഥാനത്തും, അതേപോലെ തന്നെ 30,000-ൽ കൂടുതൽ വോട്ട് നേടിയ ഒട്ടനവധി സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഈ 2ാം സ്ഥാനത്ത് വന്നിട്ടുള്ള സ്ഥലങ്ങളിൽ ഒരു സ്ഥലം എനിക്കറിയാം. ആ 2ാം സ്ഥാനത്ത് അവർക്ക് എത്താൻ 2ാം സ്ഥാനത്ത് നിന്ന് 1ാം സ്ഥാനത്തേക്ക് വരാൻ സാധിക്കും. അതിന് പ്രയാസമുള്ള മണ്ഡലമല്ല. അപ്പോൾ ചില വീഴ്ചകളുണ്ടായി. ആ വീഴ്ചയുടെ ഫലമായിട്ടാണ് ഈ 2ാം സ്ഥാനത്തേക്ക് പോയത്. അനായാസം അത് പരിഹരിക്കാൻ കഴിയും. മാറ്റം വേണം എന്നാഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നേടാൻ കഴിയും. BJPക്ക് ഇവിടെ നല്ല കൂടുതൽ സീറ്റുകൾ വേണമെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് പിടിച്ചെടുക്കാൻ കഴിയും. 10-20 സീറ്റുകൾ ചുരുക്കി പിടിച്ചെടുക്കാൻ കഴിയും. പക്ഷെ ഒരു പൊളിറ്റിക്കൽ റീഅലൈൻമെന്റ് വേണ്ടി വരും. ഏതെങ്കിലും റീഅലൈൻമെന്റ്, വീണ്ടും ഒരു പുനരേകീകരണം വേണ്ടി വരും. ഒന്ന് പാർട്ടിയിലെ തന്നെ ധാരാളം പ്രവർത്തകരെ പുറത്ത് നിൽക്കുകയാണ്. അവർക്ക് പല കാരണങ്ങൾ പറഞ്ഞ് അങ്ങനെ പ്രായമായി, അങ്ങനെയാണ് പ്രായമായാലും പ്രായമായില്ലെങ്കിലും അവർക്ക് വോട്ടവകാശം ഉണ്ടെങ്കിൽ എല്ലാ വോട്ടിനും ഒരേ മൂല്യമാണ്. അതുകൊണ്ട് എല്ലാവരുടെയും വോട്ട് കിട്ടത്തക്ക വിധത്തിൽ പാർട്ടിയുടെ എല്ലാ പ്രവർത്തകരെയും അനുഭാവികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതിലാരെയും മാറ്റി നിർത്തേണ്ട കാര്യമില്ല. ബാക്കിയുള്ള ഡിസിപ്ലിൻ ആക്ഷനൊക്കെ എടുക്കേണ്ടാത്ത നടപടിക്രമങ്ങളൊക്കെ വേറെ മറ്റ് ഘട്ടങ്ങളിലൊക്കെ ചെയ്യാവുന്നതാണ്. ഇലക്ഷൻ കാലത്തല്ല അത് ചെയ്യേണ്ടത്. ഇലക്ഷൻ കാലത്ത് മുഴുവൻ ആളുകളെയും യോജിപ്പിച്ച് കൊണ്ടുപോകുക തന്നെ വേണം. അതിൽ കുറച്ച് വീഴ്ച പറ്റിയിട്ടുണ്ട്. അതുകൂടി തിരുത്തിക്കഴിഞ്ഞാൽ പ്രയാസമൊന്നുമില്ല. BJP ജയിക്കില്ല എന്നുള്ളത് കൊണ്ട് വോട്ട് ചെയ്യാത്ത ഒട്ടനവധി ആളുകളുണ്ടാവുമല്ലോ. അപ്പം ഇനി അത് ആ ഒരു സ്ഥിതിഗതികൾ മാറും. ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ പാടില്ലല്ലോ. ജയിക്കില്ല എന്ന് തോന്നുന്ന ഒരവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല. അല്ല, ഇപ്പം ജയിക്കുമെന്നുള്ളൊരു തോന്നൽ ഇപ്പം കൂടുതൽ ഉണ്ട്. ഇപ്പം ആത്മവിശ്വാസം ഉണ്ടായിട്ടുണ്ട്.
ജയിക്കും എന്നുള്ള വിശ്വാസം ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള പിന്നെ വഴി തെളിഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഉദാഹരണത്തിന് സുരേഷ് ഗോപി തൃശ്ശൂർ ജില്ലയിൽ അതേപോലെ BJPയുടെ കാൻഡിഡേറ്റ് ആണെങ്കിൽ ഇന്ത്യയുടെ കാൻഡിഡേറ്റ് ആണെങ്കിലും എല്ലാ ആളുകൾക്കും വേണ്ടി ഞാൻ നിൽക്കും, അവിടെ യാതൊരു വിധത്തിലുള്ള ഭേദഭാവനയും ഉണ്ടാകില്ല എന്ന് പറഞ്ഞല്ലോ. അതാണ് എടുക്കേണ്ട നിലപാട്. ഉദാഹരണത്തിന് ഇപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിലൊക്കെ അങ്ങനെ തുടക്കം മുതലൊന്നും അങ്ങനെ വി മുരളീധരൻ ജയിക്കും എന്നൊരു പ്രതീക്ഷയൊന്നും ആരും വെച്ച് പുലർത്തിയിരുന്നില്ല. പക്ഷെ അദ്ദേഹം 3,17,000 വോട്ട് പിടിച്ചില്ല ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ലോക്സഭ. അതെ, അവിടെയും പടിപടിയായിട്ട് മുന്നോട്ടാണ്. മുമ്പ് ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്ന സമയത്ത് അതിന് മുമ്പിലത്തേക്കാൾ കൂടുതൽ വോട്ട് കിട്ടി. ഇത് വീണ്ടും മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ നമ്മൾ വളരുന്നുണ്ട്. പക്ഷെ വടക്കൻ കേരളത്തിലെ BJPയുടെ ശക്തി കേന്ദ്രങ്ങൾ ഇപ്പോഴും അതേ നിലയിൽ നിൽക്കുകയാണല്ലോ. വടക്കൻ കേരളത്തിലും ഇത് വോട്ട് കുറഞ്ഞ ചില മണ്ഡലങ്ങളുണ്ട്. അത് എന്താണെന്നുള്ള അവർ നോക്കണം. പ്രാദേശികമായ കാരണങ്ങളുണ്ടാവാം. പിന്നെ ഒരു തെക്കൻ കേരളത്തെ പോലെ ഒരു ഡ്രാസ്റ്റിക്കായ ഒരു വോട്ടിങ്ങിൽ ഒരു ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. വടക്കൻ കേരളത്തിൽ വടക്കല്ല, തെക്കാണ് കൂടുതൽ. അതെ, അത് എന്തുകൊണ്ടാണ് വടക്കൻ കേരളത്തിൽ അങ്ങനെ? അത് എന്തുകൊണ്ടെന്നുള്ളത് ഇനി പരിശോധിക്കണം. വസ്തുത ഒരു പൂർണ്ണമായ സമഗ്രമായ ഒരു പരിശോധന നടത്തേണ്ടതാണ്. നടത്തി ഈ വൈകല്യങ്ങൾ പരിഹരിച്ചാൽ മാത്രമേ നമുക്ക് വീണ്ടും വിജയിക്കാൻ സാധിക്കുന്നുള്ളൊരു സംശയമില്ല. പക്ഷേ ഇപ്പോൾ പരാജയപ്പെട്ടത് അങ്ങനെ പരാജയമാണ് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പരാജയപ്പെട്ടിരിക്കുന്നത് ഞങ്ങളുടെ തലവിധിയാണ് എന്ന് കരുതിയാൽ ശരിയാവില്ല. തലവിധിയല്ല, നമ്മുടെ കൈപ്പിഴയാണ്. ആ കൈപ്പിഴ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് തിരുത്തണം. അപ്പോൾ ശരിയാവും.